വാഴ്ത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, വിശ്വാസ സമൂഹമേ, വീണ്ടും വരുന്ന കർത്താവിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം നോമ്പിൻ്റെ 31-ാം സന്ധ്യയെങ്കിൽ ദേവാലയത്തിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോമ്പ് എന്താണ്, എങ്ങനെ നോമ്പ് നോൽക്കണം എന്നൊക്കെയുള്ള പലരുള്ള ധ്യാന പ്രസംഗങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടു. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നതാണ് യഥാർത്ഥ നോമ്പും ആരാധനയും. നമ്മളുടെ ആശ്രയം നാം എവിടെയാണ് ആയിരിക്കുന്നത്? നമ്മളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കർത്താവിൽ ആണോ നമ്മുടെ ആശ്രയം, അതോ ഈ ലോകത്തിൻ്റെ പല ചിന്തകളിലുമാണോ നമ്മുടെ ആശ്രയം എന്നുള്ളത്? സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന്. നമ്മൾ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് നാൾതോറും ജീവിപ്പാൻ യഹോവ നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ പല ചിന്തകളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. നോമ്പിൻ്റെ 1-ാം ഞായറാഴ്ച നാം കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അനുഭവത്തെ നാം കണ്ടു. കർത്താവിൻ്റെ ആദ്യ അത്ഭുതങ്ങളിൽ ഒന്നായി നാം അതിനെ കാണുന്നു. കർത്താവിൻ്റെ കയ്യിൽ നാം നമ്മളുടെ അവസ്ഥകളെ ഒരു പച്ചവെള്ളത്തിൻ്റെ അനുഭവത്തിലൂടെ ആയിരിക്കുന്നുവെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അത് ഏറെ പ്രയോജനം ചെയ്യും. പച്ചവെള്ളത്തിൻ്റെ അനുഭവം എന്താണ്? അതിന് രുചിയില്ല, മണമില്ല, ഗുണമില്ല. കർത്താവെ, ഞാൻ നിന്റെ സന്നിധിയിൽ ഒരു ഗുണവും മണവും ഗുണവുമില്ലാതെ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. നീ ഞങ്ങളെ ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഗുണവും മണവും രുചിയുമുള്ള നല്ല മുന്തിരി ചാറിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് ആയിത്തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 2-ാം ഞായറാഴ്ച നാം കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന കർത്താവിനെ കണ്ടു. കുഷ്ഠരോഗി വന്ന് കർത്താവിന് മുമ്പിൽ മുട്ടുകുത്തി, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം ലഭിക്കും. അവൻ്റെ അവസ്ഥയല്ല പറഞ്ഞത്, കർത്താവിനോട് പറഞ്ഞത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യമാകുവാൻ പറ്റും എന്നുള്ളതാണ്. അവൻ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞു അവനെ സൗഖ്യമാക്കി എന്നാണ് നാം കാണുന്നത്. 3-ാം ഞായറാഴ്ച നാം പക്ഷവാതക്കാരൻ്റെ സൗഖ്യത്തെ പറ്റി നാം കേട്ടു. പക്ഷവാതക്കാരൻ്റെ അവസ്ഥകൾ അല്ല കർത്താവ് അവിടെ കണക്കാക്കിയത്. 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്നു കൊണ്ടുവന്നു. അവൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയാതെ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര ഒളിച്ച് ഈ 4 ആൾ അവരുടെ മുമ്പിൽ ഇറക്കി വെച്ചു. അവിടെ കർത്താവ് പറയുന്നത്, കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ മാനിച്ച് അവനെ സൗഖ്യമാക്കി എന്നാണ് കാണുന്നത്. നമ്മൾ കൂട്ടായ്മയുടെ ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വിഷയങ്ങളുമായി നമ്മൾക്ക് മുമ്പേ കർത്താവിൻ്റെ മുമ്പിൽ കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഒത്തൊരുമയോടുകൂടി മറ്റുള്ളവരുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു വിടുതൽ കിട്ടും. നമുക്ക് സമൂഹത്തിൽ അതിൻ്റെതായ മാനം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് സത്യം. 4-ാം ഞായറാഴ്ച നാം കനാന്യ സ്ത്രീയുടെ മകളുടെ സൗഖ്യത്തെ പറ്റിയാണ് നാം കേട്ടത്. അവൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പറയുന്നു, കർത്താവെ, എൻ്റെ മകൾക്ക് ഭൂതോദ്രവം ബാധിച്ചിരിക്കുന്നു, എൻ്റെ മകളെ സൗഖ്യമാക്കണമെന്ന്. തുടർന്ന് നാം കാണുന്നു, കർത്താവ് അവളോട് പറയുന്നുണ്ട്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമല്ല എന്ന്. പക്ഷെ അന്നേരവും കനാന്യ സ്ത്രീ അവിടുന്ന് പോകാൻ കൂട്ടാക്കാതെ കനാന്യ സ്ത്രീ പറയുന്നുണ്ട്, അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത്. നാം കർത്താവിൻ്റെ സന്നിധിയിൽ എത്രമാത്രം താഴ്ന്നുവെങ്കിൽ ചെറിയ അപ്പ നുറുക്കുകൾ കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ നമുക്ക് ഈ ലോകത്തിൽ സാധിക്കും എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ഞായറാഴ്ച നാം ചിന്തിച്ചു കൂനിയായ സ്ത്രീയുടെ സൗഖ്യം. അവളെ കണ്ട കർത്താവ് മനസ്സലിഞ്ഞു അവളെ സൗഖ്യമാക്കി എന്നുള്ളതാണ്. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. 18 സംവത്സരം കൂനിയായിരുന്ന ഒരു സ്ത്രീയുടെ സൗഖ്യം അത് കാണുമ്പോൾ ഈ ലോകത്തിൻ്റെ കഷ്ടങ്ങളുടെ നടുവിൽ നിന്നും അവൾക്ക് ചുറ്റുപാടിലേക്ക് നോക്കുവാൻ സാധിച്ചു, അവൾക്ക് ഉയരങ്ങളിലേക്ക് നോക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് സഭയായി തന്നിരിക്കുന്ന ധ്യാന വിഷയം മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നുള്ളതാണ്. ഇന്നത്തെ വചനചിന്തയ്ക്ക് ആധാരമായി എടുത്തുള്ള വേദഭാഗം വിശുദ്ധ യോഹന്നാൻ 15-1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നാം ഇന്നത് ഏവങ്കേലിയനായി വായിച്ചു കേട്ടുവല്ലോ. അതിന് കുറിവാക്യമായി ഇന്ന് എടുത്തിരിക്കുന്ന വേദഭാഗ്യം അതിൻ്റെ 5-ാം വാക്യം, ഞാൻ മുന്തിരിവള്ളിയും
നിങ്ങൾ കൊമ്പുകൾ ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനുമായ ദൈവമേ, സ്വർഗപിതാവേ, ഈ നോമ്പിന്റെ 31-ാം സന്ധ്യയെങ്കിൽ കർത്താവേ, അടികൾ കുറച്ചു പേർക്കെങ്കിലും കർത്താവെ അവിടുത്തെ സന്നിധിയിൽ വന്നിരിക്കുവാൻ യഹോവയെ അവിടുന്ന് സഹായിച്ചോല്ലോ കർത്താവേ. കടന്നു വരണമെന്ന് ആഗ്രഹമുള്ള അനേകരുണ്ട് കർത്താവേ. അവരെ ഓർത്തടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് കർത്താവേ നിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് വചനമായി അടിയൻ അവിടുത്തെ സന്നിധിയിലേക്ക് നിൽക്കുന്നു കർത്താവേ. അവിടുന്ന് കർത്താവേ ഒന്നുമില്ല, ഏതുമില്ല കർത്താവേ. വചനം അവിടുത്തെ വകയാണ് കർത്താവേ. അടിയനും അവിടുത്തെ വകയാണല്ലോ കർത്താവേ. വചനം വിവാഹിപ്പാനുള്ള കഴിവും പ്രാപ്തിയുമില്ല കർത്താവേ. എന്നാൽ എൻ്റെ യഹോവ നൽകുന്ന സ്ഥാനത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് കർത്താവേ നിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കോണം യഹോവ സഹായിക്കുമാറാകണമെന്ന് യേശു രക്ഷണമാതൽ വിനിയോഗം താഴ്മയായി കർത്താവെ കേൾക്കുമാറാണ് നല്ല പിതാവേ. ആമീൻ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് ഈ വചനത്തിലൂടെ കർത്താവ് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം പല ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. ഞാൻ ഇന്നതാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇങ്ങനെ പല ഇതും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിൽ കർത്താവ് ഇവിടെ പറയുന്നു, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകൾ ആകുന്നു എന്ന്. വിശുദ്ധ യോഹന്നാൻ 15-1 വാക്യ പ്രകാരം പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു എന്ന്. ഞാൻ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരൻ ആകുന്നുവെന്ന്. ഇവിടെ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു ചങ്ങലയാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവും പിതാവുമായുള്ള ഒരു ബന്ധം, കർത്താവും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം. ഇതിന് മധ്യത്തിൽ ഒരു കണ്ണി പോലെ കർത്താവ് നമ്മളുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മൾ എപ്രകാരമാണ് നമ്മൾ ഈ കണ്ണിയിൽ ആയിത്തീരുന്നത് എന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ ഇടയായിത്തീരണം. എന്താണ് മുന്തിരിവള്ളിയുടെയും കൊമ്പുകളുടെയും പ്രത്യേകത? നല്ല മുന്തിരിവള്ളിയുള്ള കൊമ്പുകൾ മാത്രമേ നല്ല ഫലം കായ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം കർത്താവാകുന്ന മുന്തിരിവള്ളിയുടെ കൊമ്പുകളായിട്ടാണോ വസിക്കുന്നത് എന്ന് ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ സാധിക്കണം. നമ്മൾ കർത്താവിൻ്റെ കരത്തിൽ എപ്രകാരമായിരിക്കുന്നു? കർത്താവെ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ നല്ല കൊമ്പുകളായി തീരുവാൻ സാധിക്കണമേ എന്ന് ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ മുന്തിരി ചെടിയെ പറ്റി പല അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്. ഹോശേയ 10-1 വാക്യം അതിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ പടർന്നിരിക്കുന്ന മുന്തിരിവള്ളിയാകുന്നു എന്ന്. യെശയ്യാ പ്രവചനം 5-2 വാക്യത്തിൽ പറയുന്നു, നീ അതിനെ വേലി കെട്ടി അതിലെ കല്ലുകൾ പെറുക്കിക്കളഞ്ഞു, നടുവിൽ ഒരു ഗോപുരവും പണിത് ചക്കുമിട്ടു. ഫലം കായ്ക്കുമെന്ന് കരുതി കാത്തിരുന്നു, എന്നാൽ കായ്ച്ചതോ കാട്ടുമുന്തിരി അത്രേ. ഇന്ന് നാം ഇത് സെതറ പ്രാർത്ഥനയിൽ നാം ഇത് കേട്ടതാണ്. നമ്മളെ ഈ ലോകത്തിലാക്കിയപ്പോൾ കർത്താവ് നമുക്ക് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട്. സാത്താൻ നമ്മളെ തൊടാതെ വണ്ണം കർത്താവ് നമ്മളെ വേലി കെട്ടി. അതിലെ ചില കല്ലുകൾ നമ്മുടെ ചുറ്റും നമ്മളെ പറക്കിക്കളഞ്ഞു. എന്നാൽ നമ്മൾ എപ്രകാരം നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഫലം കായ്ക്കുന്നു എന്ന് കർത്താവ് നോക്കുമ്പോൾ നമ്മൾ എപ്രകാരമുള്ള ഫലമാണ് നമ്മളിൽ നിന്ന് കായ്ച്ചത്? കാട്ടുമുന്തിരിയുടെ ഫലമാണോ അതോ നല്ല മുന്തിരിയുടെ ഫലമാണോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കുവാൻ സാധിക്കുമാറാകണം. പാപത്തിന് അതിനായിരുന്ന നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനാണ് ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വചനമായി നമ്മുടെ ഇടയിൽ പാർത്തത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, വചനമായി ദൈവം നമ്മുടെ ഇടയിലേക്ക് വന്നു പാർത്തു. അവിടുന്നാണ് 15-ാം അധ്യായത്തിൽ പറയുന്നത്, നാം നമ്മുടെ ഇടയിൽ കർത്താവ് ഒരു മുന്തിരിവള്ളിയായി ജീവിക്കുന്നു എന്നുള്ളത്. വിശുദ്ധ യോഹന്നാൻ 15-4 വാക്യം പറയുന്നു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം എന്ന്. ഈ അധ്യായത്തിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ. നമ്മൾ എപ്രകാരമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ വസിക്കേണ്ടത് എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. നമ്മൾ മാനുഷികമായ ചിന്തകളിൽ ജീവിക്കാൻ പല കുറവുകളും നമുക്ക് വന്നു ഭവിക്കും. നമ്മുടെ ചിന്തകളിലെ പ്രവൃത്തിയിലൊക്കെ നമുക്ക് കുറവുകൾ വരും. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനിൽ വസിപ്പാൻ നമുക്ക് സാധിക്കണം. നാം കർത്താവിലും അവൻ്റെ വചനത്തിലും വസിച്ചെങ്കിൽ മാത്രമേ നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ വേദഭാഗത്തിൽ നിന്ന് 3 ചെറിയ ചിന്തകൾ പകരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ഒന്ന് ക്രിസ്തുവും ക്രിസ്തു വിശ്വാസികളും തമ്മിലുള്ള ഒരു ബന്ധം. ക്രിസ്തുവും ക്രിസ്തു വിശ്വാസികളും തമ്മിലുള്ള ബന്ധം. തായ്തടിയും ശിഖരങ്ങളുമായിട്ടുള്ള ബന്ധം എപ്പോഴും നല്ല ആഴത്തിലുള്ള ബന്ധമായിരിക്കണം. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ വേർപിരിക്കാൻ പറ്റാത്ത ബന്ധം. ഒരു പക്ഷേ അത് വേർപെട്ടു പോയാൽ ഒന്നിനും കൊള്ളാത്ത മുന്തിരിവള്ളിയായി തീരും. ഇന്ന് നാം ഏതെങ്കിലും വായിച്ചു, ഒന്നിനും കൊള്ളാതെ അതിനെ വെട്ടിക്കളഞ്ഞാൽ നമ്മളെ തീയിലിടുവാൻ മാത്രമേ അത് സാധ്യമാക്കി തീരുകയുള്ളൂ. ആത്മീയമായിട്ടുള്ള നമ്മുടെ ജീവിത ചൈതന്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ഒരു നല്ല ബന്ധമായിരിക്കണം. ഒരു ഗാഢമായിട്ടുള്ള ബന്ധമല്ല, കേവലമായിട്ടുള്ള ഒരു ബന്ധമാണ് നാം വച്ച് പുലർത്തുന്നതെങ്കിൽ നമ്മുടെ പലരുടെയും ബന്ധങ്ങൾ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, മുന്തിരിച്ചെടിക്ക് തായ്തടിയിൽ നിന്ന് ബന്ധം വേർപെട്ടു പോയാൽ നിലനിൽപ്പില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആത്മീയ പോഷണമായിരിക്കുന്ന ക്രിസ്തുനാഥനുമായിട്ടുള്ള ബന്ധം അറ്റുപോയാൽ ജീവിതത്തിന്റെ തനിമ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ അർത്ഥവും വ്യാപ്തിയും നഷ്ടമായി പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമതായി നാം ചിന്തിക്കുന്നത് ഫലം കായ്ക്കാത്ത ശിഖരങ്ങളെ വെട്ടിക്കളയുന്ന അനുഭവം. ഫലം കായ്ക്കാത്ത ശിഖരങ്ങളെ വെട്ടിക്കളയുന്ന അനുഭവം. ഇസ്കറിയോത്തെ യൂദായെ നമുക്കറിയാം. അവൻ കർത്താവിനോട് ചേർന്ന് നടന്നു, അന്ത്യത്താഴത്തിലും കർത്താവിനോട് ചേർന്ന് ഇരുന്നു. പക്ഷേ ശിഷ്യത്വത്തിന്റെ ഫലം കായ്ക്കാത്ത വ്യക്തിയായി മാറി എന്നുള്ളതാണ് സത്യം. ഇത് നമുക്കുള്ളൊരു മുന്നറിയിപ്പല്ലേ? നാം എല്ലാ കാര്യങ്ങളിലുമുണ്ട്, എന്നാൽ കർത്താവിനോട് നാം എപ്രകാരമാണ് ചേർന്ന് നടക്കുന്നത്? ആത്മീയ കാര്യങ്ങളിൽ നാം എത്രത്തോളം ആണ് എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ സാധിക്കണം. മൂന്നാമതായി, ഫലം കായ്ക്കാത്തതിനെ ചെത്തിവെടുപ്പാക്കുന്ന കർത്താവിന്റെ മനോഭാവം. ഫലം കായ്ക്കാത്തതിനെ ചെത്തിവെടുപ്പാക്കുന്ന കർത്താവിന്റെ ഒരു മനോഭാവം. മുന്തിരിച്ചെടിയുടെ കൊമ്പുകൾ അതിന്റെ ഉടയവൻ ഒരുക്കിയെടുക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇത് കർത്താവ് ഈ ഉപമ പറയുമ്പോൾ അത് പാലസ്തീനിലെ ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവ് അത് പറയുന്നത്. ആ മുന്തിരിവള്ളിയുടെ അനുഭവം നമുക്കറിയാം. അതിന്റെ ഫലം ആദ്യം കായ്ച്ച കൊമ്പുകളൊക്കെയും അതിന്റെ ഉടയവൻ അത് ചെത്തിവെടുപ്പാക്കും. വീണ്ടും അത് പൊട്ടിക്കിളിർത്താണ് വീണ്ടും നല്ല മുന്തിരിവള്ളി ഉണ്ടായി നല്ല ഫലങ്ങൾ കായ്ക്കുന്നത്. ഒരു ചെടിയെ വെട്ടി ഒതുക്കുമ്പോൾ നമ്മൾക്ക് കഷ്ടം എന്ന് തോന്നിപ്പോകും. എന്നാൽ നല്ല കൊമ്പുകളും നല്ല ഫലങ്ങളും വരുവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് സത്യം. ചില ചെത്തിവെടുപ്പാക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ രോഗമാകാം, നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാവാം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പലവിധ വേദനകളാകാം. ഇങ്ങനെ ചില ചെത്തിവെടുപ്പാക്കലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ എപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയോടെ ഇരിപ്പാൻ സാധിക്കുകയുള്ളൂ. നമ്മൾക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ല എങ്കിൽ നാം പലപ്പോഴും ദൈവത്തെ മറന്നു പോകുന്ന ഒരു അനുഭവമാണ്. കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മൾക്ക് കഷ്ടങ്ങളുടെ മധ്യത്തിൽ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ യോഹന്നാൻ 15:7 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുകയും അത് നിങ്ങൾക്ക് കിട്ടും. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെയാണ്, നമ്മൾ വേദനയോടെ ബദ്ധത്തിലാണ് നമ്മൾ ദേവാലയത്തിൽ കടന്നു വരുന്നത് എങ്കിൽ നമ്മൾ നമ്മുടെ വിഷയങ്ങളെ എപ്രകാരം നമ്മൾ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുന്നു, മറ്റുള്ളവർ നമ്മളോട് എത്രമാത്രം നമ്മുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിഷയങ്ങൾക്കത് ഒരു മറുപടി ലഭിക്കും. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു 10 വർഷം പിറകിലേക്ക് ഞാനൊന്ന് കടന്നുപോയി. നമ്മുടെ പഴയ ദേവാലയമായിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഇവിടെ വന്നു. ഒരു ഏപ്രിൽ മാസം വന്ന് വിശുദ്ധ കുർബാന കൊള്ളുവാൻ അവിടെ റെയിലിങ്സിൽ മുട്ടുകുത്തുമ്പോൾ ഞാൻ ദൈവത്തോട് ഒന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ, കർത്താവേ, ഒരാളുടെ സഹായം കൂടാതെ അവിടുത്തെ സന്നിധിയിൽ വന്ന് വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ എന്നെ സഹായിക്കുമാറാകണമെന്ന്. ഒരു വീടിന്റെ 4 ചുമരുകൾ അല്ലെങ്കിൽ ഒരു കട്ടിലായി പോകാമായിരുന്ന എന്നെ അനേകരുടെ പ്രാർത്ഥന, ഇന്നും എന്നെ കാണുമ്പോൾ അനേകർ എന്നോട് സന്തോഷത്തോടെ പറയും, അന്ന് നിന്നെ കാണുമ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് വേദനപ്പെട്ടു, നീ ചെറിയ പ്രായമാണ്, നിന്റെ അവസ്ഥകൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടുമായിരുന്നു. അന്ന് എൻ്റെ മകന് 13 വയസ്സ് മാത്രം, വീട്ടിൽ പ്രായമുള്ള മാതാവുണ്ട്, പല കാര്യങ്ങളുണ്ടായിരുന്നു.
എങ്ങനെ ആയിരിക്കുമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ ഇവിടെ വന്ന് മുട്ടുകുത്തി അന്ന് കർത്താവിനോട് ചോദിച്ച ഈ ഒരൊറ്റ ആഗ്രഹം മാത്രമാണ്. അന്ന് എന്നെ ഇവിടെ കുർബാന കൊള്ളുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എന്നെ അവിടുന്ന് പിടിച്ചെണീപ്പിച്ചത്. അന്ന് അനേകർ ഈ ദേവാലയത്തിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഇവിടെ ഈ ദേവാലയത്തിൽ ഇങ്ങനെ ആയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എപ്പോഴൊക്കെ ആ റെയിലിങ്സിൽ നിന്ന് ഇപ്പുറത്തോട്ട് കടന്നു വരുന്നുവോ അപ്പോഴൊക്കെ അവിടുത്തെ വചനവുമായി കടന്നു വരുമ്പോൾ ഒരുപാട് നന്ദിയോടുകൂടി ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഓർക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു നന്മയും പറയുവാനില്ലാത്ത ഈ ലോകത്തിൽ എൻ്റെ കർത്താവ് എന്നെ കരം പിടിച്ച് നടത്തി. ബലത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം സഹായിച്ചു. കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ സേവികാ സംഘമായി സഹോദരിമാരെ ഒത്തൊരുമിച്ച് ഞങ്ങൾ ഭവനങ്ങൾ സന്ദർശിച്ചു. ഈ ദേവാലയത്തിൻ്റെ ഏകദേശം 70% ഭവനങ്ങൾ കയറിയിറങ്ങുവാൻ യഹോവ എന്നെ സഹായിച്ചു. അപ്പോഴും കൂടെ വരുന്ന എല്ലാവരും എന്നോട് ചോദിക്കും, നിനക്ക് നടക്കാൻ പറ്റുമോ എന്നുള്ളത് എന്നോട് ചോദിച്ചു. തീർച്ചയായിട്ടും ദൈവം ബലം തരുന്നുവെങ്കിൽ നമുക്ക് നടക്കുവാൻ സാധിക്കും, നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. ദൈവം നമ്മളെ കരുതും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനത് ഇന്ന് ഈ വചനം വായിച്ചപ്പോൾ ഒരു 10 വർഷക്കാലം എന്നെ നടത്തിയ ഒരു ദൈവത്തിനെ ഇന്ന് ഇവിടെ നിന്നൊരു സാക്ഷ്യം പറഞ്ഞില്ല എങ്കിൽ അതൊരു നന്ദികേടായി പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് നാളിൽ കർത്താവിന് മുമ്പിൽ നല്ല ഫലങ്ങളെ കായ്ക്കുവാൻ, നല്ല കൊമ്പുകളായി തീരുവാൻ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ഇതുപോലെ ഒരു അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും തിരുവഴി ഭാഗം പ്രാർത്ഥനാ ഭാഗം പ്രവർത്തകരോടുള്ള നന്ദി അറിയിക്കുന്നു.